ഹലോ ഗൈസ്, അങ്ങനെ വർഷം വീട്ടിലെത്തിയപ്പോ രേവതി ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്. സത്യം പറഞ്ഞ എന്റെ അച്ഛന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്റെ അച്ഛൻ അത്രത്തോളാണ് കള്ളിയെന്നും പറഞ്ഞ് രേവതി ഏട്ടത്തി അവിടെ വെച്ച് അപമാനിച്ചത്. ഭാര്യയോട് സ്നേഹമുള്ള ഏതൊരു ഭർത്താവായാലും ഭാര്യയെക്കുറിച്ച് ഇത്രയും മോശമായി സംസാരിക്കുന്നത് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. ഈ ഒരു അവസ്ഥ എനിക്കായിരുന്നു വന്നതെങ്കിൽ ശ്രീകാന്ത് എന്തുകൊണ്ട് പ്രതികരിക്കുകയായിരുന്നു? അങ്ങനെയൊക്കെ വർഷ ചിന്തിക്കുന്നുണ്ടോ. അത് മാത്രമല്ല, സച്ചിയേട്ടനെ ആരൊക്കെയോ പ്രകോപിപ്പിക്കാൻ നോക്കി. അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ വർഷയ്ക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ വർഷ രണ്ടിലൊരു കാര്യം തീരുമാനിക്കുകയാണ്. മഹിമയുടെയും മധുസൂദന്റെയും അടുത്ത് വന്നിട്ട് വർഷ ചോദിക്കും പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും ന്യായീകരണമല്ലാതെ അതിനൊരു വ്യക്തമായ ഉത്തരമില്ല. അതുകൊണ്ട് തന്നെ വർഷ ശ്രീകാന്തിനെ വിളിച്ച് നേരെ അവരുടെ വീട്ടിലോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും ആ ഒരു കിഡിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ്. നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് വർഷ ഡബ്ബിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുന്നതാണ്. എന്നാൽ കറക്റ്റ് സമയം തന്നെ മധുസൂദനും മഹിമയും മോളെ കാത്തു നിൽക്കാണ്. എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് വർഷ വീട്ടിലോട്ട് കയറി വരുന്നത്. ആ സമയം തന്നെ മഹിമ പറയുന്നുണ്ട്, ഹോ എന്റെ മോള് വന്നല്ലോ, ഇതുവരെ എന്റെ നെഞ്ഞില് തീ പാളുമായിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പാടെ തന്നെ വർഷയ്ക്ക് ദേഷ്യം വരാൻ കേട്ടോ. അതെന്താ അമ്മയുടെ മനസ്സ് തീ പാളാൻ? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ വഴി അറിയാതെ സഞ്ചരിക്കാൻ? അപ്പൊ മധുസൂദൻ പറയുന്നുണ്ട്, മോളെ വർഷേ, എന്റെയും മഹിമയുടെയും പേടി അതല്ല. എന്നെ അപമാനിച്ച ആ വീട്ടിലേക്ക് ഇനിയും മോള് കയറി ചെല്ലുവെന്നാ. അങ്ങനെ മോള് നാണം കെട്ടി കയറി ചെല്ലുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല. ഓ, അപ്പൊ ഞാൻ അങ്ങോട്ട് ഇനി പോവരുതെന്നാണ് നിങ്ങൾ പറയുന്നത്? ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഇതും പറഞ്ഞ് വർഷ ദേഷ്യം പിടിച്ചോണ്ട് അകത്തേട്ട് കയറി പോവാട്ടോ. അപ്പൊ മഹിമ പറയുന്നുണ്ട്, മധുവേട്ടാ അവക്കിത് എന്തു പറ്റി? അവള് നല്ല ദേഷ്യത്തിലാ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, അവൾ അങ്ങനെ എടിപിടിയെന്നൊന്നും ആ വീട്ടിലോട്ട് കയറി ചെല്ലില്ല. അവരോടൊക്കെ അവൾക്ക് പകയാണ്. അതൊരിക്കലും അവരെ കൊണ്ട് കെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മളെ അത് ആളിക്കത്തിക്കും. അതേ മഹിമേ, അവരത് കെടുത്താൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ വേണം ആളിക്കത്തിക്കാൻ. അതേ മധുവേട്ട, ഞാൻ ഇന്നു മുതൽ അതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞു. ആ സമയത്ത് മഹിമയുടെ ഫോണിലേക്ക് ചന്ദ്രമതി ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോ, എന്റെ മധുവേട്ട, രാവിലെ മുതൽ ഈ സ്ത്രീ വിളിക്കാൻ തുടങ്ങിയതാ. ആരാ? വേറാര്? ആ ചന്ദ്രമതി. ഹോ, അവരായിരുന്നോ? എങ്കിൽ പിന്നെ നീ ഫോൺ എടുക്കണ്ട മഹിമേ, ഫോൺ കട്ട് ചെയ്യ്. അത് പിന്നെ മധുവേട്ട, നമ്മൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നത് മോശമല്ലേ? ഇതാവുമ്പോ ഫോൺ വിളിച്ചത് കണ്ടില്ലെന്നെങ്കിലും പറയാലോ. ഇത്രയും നേരം വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ. അപ്പം കട്ടാക്കുന്നത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം? എന്നാലും മധുവേട്ട, അതവിടെ കിടന്ന് ഇങ്ങനെ അടിയട്ടെ. അത് അടിയുന്നത് കേൾക്കാനൊരു രസമുണ്ട്. ഇതും പറഞ്ഞ് അവര് പരസ്പരം ചിരിക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്നത് വർഷയാണ്. വർഷ മുറിയിലിരുന്ന് രേവതി ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി ഏട്ടത്തി പറഞ്ഞതിൽ കാര്യമുണ്ട്. ആ പാവം ചേച്ചിയെ എന്റെ അച്ഛൻ അവിടെ വെച്ച് ഒരുപാട് അപമാനിച്ചു. ഇത്രയൊക്കെ എന്റെ അച്ഛൻ പറഞ്ഞെന്നുള്ളത് എനിക്ക് ശ്രീകാന്തിന് അറിയില്ലായിരുന്നല്ലോ. അപ്പോ അച്ഛൻ അടി കിട്ടാൻ മാത്രം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതാണ് സത്യം. ഇതിന് പിന്നിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നത്. സച്ചേട്ടനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ അവിടെ വെച്ച് ആരൊക്കെയോ ശ്രമിച്ചെന്നല്ലേ രേവതിയേട്ടത്തി പറഞ്ഞത്? അതിനൊരു പക്ഷേ എന്റെ അച്ഛന്റെ അമ്മയുടെ കളികളായിരിക്കോ? എന്തായാലും അതിന്റെ സത്യാവസ്ഥ അറിയണം. ഇതും പറഞ്ഞുകൊണ്ട് വർഷ നേരെ അച്ഛന്റെ അമ്മയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ആ മോളെ വർഷേ, ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇരുന്ന് കഴിക്കി. എനിക്ക് ഇവിടെ ഉണ്ടാക്കിയ ഫുഡൊന്നും വേണ്ട, അതൊക്കെ എടുത്ത് അമ്മ തന്നെ കഴിക്കി. എന്താ മോളെ വർഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? സ്നേഹത്തോടെ അമ്മ നിനക്ക് വെച്ച് വിളമ്പിയതല്ലേ ഇതൊക്കെ? കൊള്ളാം, സ്നേഹത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വെച്ച് വിളമ്പിയ എന്നെ കുറച്ചുകൂടി സ്വാധീനിക്കാൻ പറ്റുമല്ലോ അല്ലേ? അയ്യോ, എന്തൊക്കെയാ മധുവേട്ട ഇവളീ പറയുന്നത്? മോളെ, നീ രാവിലെ ഇവിടുന്ന് പോകുമ്പോ ഇങ്ങനെ ആയിരുന്നല്ലോ. ആരോ നിന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി അവിടേക്ക് വന്നിരുന്നു അല്ലേ? അച്ഛാ, അച്ഛൻ അറിയാതെ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എനിക്ക് എന്തായാലും ഇപ്പൊ ഫുഡ് വേണ്ട. എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. ഞാൻ പെട്ടെന്ന് വരും. എന്ത്? ഈ രാത്രിയിൽ നീ എവിടെ പോവാനാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരാളെ കണ്ടിട്ട് വരാം. പിന്നെ രാത്രിയെന്നൊന്നും പറയാനായില്ലല്ലോ. വെളിച്ചം മങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. അയ്യോ വർഷേ, ഒന്ന് നിന്നേ. എന്താ നിന്റെ ഭാവം? ദേ, ശ്രീകാന്ത് നിന്നെ ഇവിടെ കൊണ്ട് ആക്കി തന്നിട്ട് പോയതേ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇറങ്ങി നടക്കാനല്ല. അച്ഛാ, അമ്മയെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഞാൻ പെട്ടെന്ന് വരാന്ന് പറഞ്ഞില്ലേ? എന്നാലും മോളെ, സമയം ഇപ്പൊ ഇത്രയൊക്കെ ആയില്ലേ? ഇനിയിപ്പൊ നാളെ കണ്ടാ പോരെ? പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് നാളെ കണ്ടേ പറ്റൂ. എന്നാലും എന്താ മോളെ കാര്യമെല്ലാം അച്ഛനും അമ്മയെ ബോധ്യപ്പെടുത്തണോ? എന്തിനാ അച്ഛനും അമ്മയും ഇങ്ങനെ എന്റെ എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നത്? എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള അവകാശം പോലും എനിക്കില്ലേ? സത്യം പറയാലോ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോ മുതല് നിങ്ങൾ രണ്ടുപേരും എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. ശ്രീകാന്തിന്റെ വീട്ടിലായിരുന്നെങ്കിലേ ഇതൊന്നും എന്നോട് ആരും ചോദിക്കാനുണ്ടാവില്ലായിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോ തന്നെ മഹിമ ടോണ് മാറ്റുന്നുണ്ട്. മോൾ എന്തിനാ അതേ കുറിച്ച് ആലോചിക്കുന്നത്? മോളുടെ വീട്ടിലായിരിക്കും അവിടത്തേക്കാളും സ്വാതന്ത്ര്യം. എന്നിട്ടിപ്പോ ഇതാണോ സ്വാതന്ത്ര്യം? എവിടെ പോവാണെങ്കിലും എന്നെ പിടിച്ചു നിർത്തി കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും. അത് പിന്നെ മോളെ, കുറെ ആയിട്ട് ശ്രീകാന്തിന്റെ കൂടെ നീ അവിടെയല്ലേ? ആദ്യത്തെ പോലെ ആയിരുന്നെങ്കിൽ എപ്പോ വേണമെങ്കിലും നിന്നെ അച്ഛനും അമ്മയും വിടുവായിരുന്നില്ലേ? ഇപ്പോ ശ്രീകാന്തിന്റെ പെണ്ണല്ലേ നീ? ഈ സമയത്തൊക്കെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ശ്രീകാന്ത് നമ്മളോടല്ലേ ചോദിക്കുക? എന്തായാലും എനിക്ക് കുഴപ്പമില്ല. മോൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുന്നില്ലെന്ന് വേണ്ട, മോള് പോയിട്ട് വാ. പിന്നെ തിരിച്ചു വരുന്നത് ഇങ്ങോട്ടാവണം, നേരെ അങ്ങോട്ടേക്ക് പോയി കളയരുത്. മോളെ, ശ്രീകാന്ത് അറിഞ്ഞിട്ടാണോ നീ എങ്ങോട്ടെങ്കിലും പോകുന്നത്?
ശ്രീകാന്തിനോട് എനിക്ക് പറയണമെന്നില്ല അച്ഛാ. അവനെ എന്നോട് ഒരു താല്പര്യം ഇല്ലായിട്ടാ അവൻ അവന്റെ വീട്ടിൽ പോയി താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വർഷ ഇപ്പൊ ശ്രീകാന്തിനെ കാണാൻ വേണ്ടി തന്നെയാണ് കേട്ടോ ഇറങ്ങുന്നത്. എന്നാ പിന്നെ മോള് പോയിട്ട് വാ. ഇതും പറഞ്ഞങ്ങനെ വർഷ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പൊ മഹിമ മധുസൂദനം പറയുന്നുണ്ട്, മധുവേട്ട ഇവിടെ പിന്നാലെ ഒന്ന് പോയി നോക്കിയാലോ? ഏയ് അത് വേണ്ട. ഇനി ഇവിടെ വെച്ചെങ്കിലും മോള് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും മോളെ പ്രതികരണം എന്നറിയാലോ. ശരിയാ, വേണ്ട. എന്നാലും ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഇത് എങ്ങോട്ട് ഇറങ്ങി പോയിരിക്കുന്നു. അവള് വന്നോളൂ മഹിമേ, നീ ടെൻഷൻ ആവാതെ. ഓക്കെ, ഇനി അതൊക്കെ കണ്ടി കാണിക്കുന്നത് രേവതി വർഷയ്ക്ക് വിളിക്കുന്നതാണ്. വർഷയാണെങ്കിൽ സ്കൂട്ടർ ഒരു ഭാഗത്ത് ഒതുക്കിക്കൊണ്ട് ഫോൺ എടുക്കുന്നുണ്ട്. രേവതിയേട്ടത്തിയാണല്ലോ, മിക്കവാറും അങ്ങോട്ട് വരാൻ പറയാൻ വേണ്ടി വിളിക്കുമായിരിക്കും. ഇത് പറഞ്ഞ് വർഷ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ഏട്ടത്തി. വർഷേ, എന്തായി തീരുമാനം? ഇത്ര നേരമായിട്ടും വീട്ടിലോട്ടൊന്നും കണ്ടില്ലല്ലോ. അത് പിന്നെ ഏട്ടത്തി, എനിക്ക് കുറച്ച് സമയം കൂടി തരണം. എനിക്ക് ഇതിന്നൊന്ന് റിക്കവർ ആയി കിട്ടണം. നീ എത്ര വേണമെങ്കിലും സമയം എടുത്തോ വർഷേ, എന്നാലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടി ആയിരിക്കണം. ദേ, മക്കളെ പിരിഞ്ഞു നിൽക്കാത്ത ഒരു പാവ അച്ഛനുണ്ട് ഇവിടെ. വർഷേ, നിങ്ങളെ രണ്ടുപേരെയും കാണാനായിട്ട് ഇവിടെയുള്ളവർക്കൊക്കെ ടെൻഷനാ. ഏട്ടത്തി, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം. ശ്രീകാന്ത് അവിടെ ഉണ്ടോ ഏട്ടത്തി? ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ വർഷേ. പിന്നെ അങ്ങോട്ട് വന്നില്ലേ? 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നതാണല്ലോ. അത് പിന്നെ ഇന്ന് സച്ചിയേട്ടെ കാണാൻ വേണ്ടി ചെന്നിരുന്നു. റെസ്റ്റോറന്റിലേക്കാ ചെന്നത്. ആ സമയത്ത് അവന്റെ ഒരു കൂട്ടുകാരനാ പറഞ്ഞത് അവിടെ ഒരു ചെറിയ ഇടുങ്ങിയ റൂമുണ്ട്, അവിടെയാണ് ശ്രീകാന്ത് കഴിയുന്നതെന്ന്. അയ്യോ, അപ്പൊ ശ്രീകാന്ത് വീട്ടിലോട്ട് വന്നില്ലായിരുന്നോ? ഇല്ല വർഷേ, ഭാര്യ ഇല്ലാത്തൊരു വീട്ടിലിട്ട് അവനും വരുന്നില്ലെന്ന വാശിയാ. അപ്പോ ശ്രീകാന്ത് ഇപ്പൊ റെസ്റ്റോറന്റിൽ ഉണ്ടാവോ? മിക്കവാറും അവിടെ ഉണ്ടാവാനാ സാധ്യത. എന്നാ പിന്നെ ഏട്ടത്തി, ഞാനൊന്ന് ചെന്ന് കാണട്ടെ. ഞാൻ ഏട്ടത്തിയെ വിളിക്കാം. ശരി മോളെ. ഇതും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വർഷ നേരെ റെസ്റ്റോറന്റിലേക്ക് വിടുകയാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയാണ്. ചന്ദ്രമതി ദേഷ്യപ്പെട്ടുകൊണ്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. ശ്രുതി, എവിടെ നിന്റെ അച്ഛൻ? അന്ന് നിനക്ക് ഓക്കാനം വന്നതുകൊണ്ടാ ഞാൻ നിന്നോട് ചോദിക്കാതിരുന്നത്. എന്തായാലും കരുതിയ പോലെയൊന്നല്ല, അതൊക്കെ പാളിപ്പോയില്ലേ. അതവിടെ നിൽക്കട്ടെ. നിന്റെ അച്ഛൻ അന്ന് വന്നോ ഇല്ലയോ അതെനിക്കറിയണം. അത് പിന്നെ ആന്റി, ദേ, ഇനി എന്റെ അടുത്ത് നിന്റെ അടവുകളൊന്നും നടക്കില്ല. നിന്റെ അച്ഛനോട് മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറഞ്ഞോ, ഇല്ലെങ്കിലേ നിന്നെ ഞാൻ കഴുത്തെരിച്ചു കൊല്ലും. അപ്പോഴെങ്കിലും അയാൾ ആ ചടങ്ങിന് പങ്കെടുക്കാൻ ഇങ്ങോട്ട് എത്തുമല്ലോ. ഞാനൊരു കാര്യം പറയാം, ചന്ദ്രയുടെ സ്വഭാവം വെറുതെ മാറ്റരുത്. ഞാൻ കൈപ്പിടിച്ചു കൊണ്ടുവന്ന മരുമകളാ നീ. നീ എല്ലാവരേക്കാളും താഴ്ന്നവളാണെന്ന് പറയിപ്പിക്കരുത്. ആ രേവതിക്ക് എന്നെ ഇപ്പൊ പലതും പറഞ്ഞ് എന്നെ പരിഹസിക്കല് കൂടുതലാ. അവക്ക് ഇങ്ങനെ പരിഹസിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ. ദേ, ഈ ആഴ്ചയില് നിന്റെ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ദേ, അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് നീ പടിയിറങ്ങി പോവേണ്ടി വരും. എന്റെ മകൻ ഇനിയും പണക്കാരികളായ നല്ല സുന്ദരി പെണ്ണുങ്ങളെ കിട്ടും. അതിനൊന്നും അവനൊരു കുറവുമില്ല. ദേ, അവനെ കാണാനും നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം പഠിപ്പും വിവരവും ഉണ്ട്. അവനൊരു പണക്കാരി സുന്ദരി പെണ്ണിനെ കണ്ടെത്തുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള കാര്യ. അതോർത്താ നിനക്ക് നന്ന്. കേട്ടോ, നിന്റെ അച്ഛൻ അന്ന് എന്തുകൊണ്ട് വന്നില്ല ഇതൊന്നും എനിക്കറിയണ്ട. നിന്റെ അച്ഛൻ ഈ ആഴ്ച ഇവിടെ എത്തിയിരിക്കണം. ഇനിയിപ്പൊ അച്ഛൻ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പണം അയക്കണം. എന്റെ സുതിക്കുള്ള പണം കിട്ടിയേ പറ്റൂ. നിന്റെ അടുത്ത് നിന്ന് പൊന്നും പട്ടുമായിട്ടൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലല്ലോ. എന്നാ പിന്നെ അയാളോട് ഇതെങ്കിലും തരാൻ പറ. ഇനി ഇത് തന്നെ എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഇതും പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവാണ്. അപ്പൊ ശ്രുതി മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇവരിത് മറന്നെന്നാ ഞാൻ കരുതിയത്. ഇവർ ഈ ജന്മത്തിൽ ഇത് മറക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇളയച്ചനെ ഒന്നുകൂടി ഇറക്കേണ്ടി വരുമെന്നാ തോന്നുന്നത്. ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇളയച്ചൻ എവിടെ നിന്ന് ഇറക്കുന്ന കാര്യം ശ്രുതി നീ പറയുന്നത്? എന്നാ ശ്രുതിയെ കണ്ട് ശ്രുതി ഞെട്ടുകയാണ് കേട്ടോ. അത് പിന്നെ ശ്രുതി, ബിസിനസ് കാര്യങ്ങളിലെ ഏതോ ഈ ചരക്കിറക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു ഇളയച്ചനെ വിളിച്ചപ്പോ. അല്ല ശ്രുതി, നിന്റെ ഇളയച്ചൻ നിനക്ക് മാത്രമേ വിളിക്കുന്നുള്ളല്ലോ. നിന്റെ അച്ഛനോ ഇളയച്ചനോ ഒന്നും എനിക്ക് വിളിക്കുന്നില്ലല്ലോ. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം ശ്രുതി. അവരൊക്കെ വലിയ ബിസിനസ് ചെയ്യുന്നവരാ. അവർക്കൊന്നും ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയം കാണത്തില്ല. അപ്പോഴാണ് ശ്രുതിയെ വിവരം അന്വേഷിക്കാൻ വിളിക്കുന്നത്. എന്നാലും മറ്റുള്ളവർ വിളിച്ചില്ലെങ്കിലും ഭാര്യയുടെ അച്ഛനൊന്ന് വിളിച്ചു നോക്കാലോ. ദേ ശ്രുതി, നീ അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എനിക്ക് എന്നെ വിളിക്കാറില്ല, എന്നിട്ടപ്പം നിനക്ക്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വർഷ റെസ്റ്റോറന്റിൽ എത്തുന്നതാണ്. എന്നിട്ട് റെസ്റ്റോറന്റിലേക്ക് കയറുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഒരു പയ്യനെ കാണുന്നുണ്ട്. അപ്പൊ വർഷ ചോദിക്കുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, ശ്രീകാന്തിനെ ഒന്ന് വിളിക്കോ? ശ്രീകാന്തിനെ അല്ലേ? ശ്രീകാന്തേ, എടാ ശ്രീകാന്തേ. ആരാന്നാ പറയേണ്ടത്? വൈഫാന്ന് പറഞ്ഞാ മതി. എടാ ശ്രീകാന്തേ, നിന്റെ വൈഫ് വിളിക്കുന്നോ? വൈഫ് എന്ന് കേട്ട പാടെ തന്നെ ശ്രീകാന്ത് ഓടി വരുന്നുണ്ട് കേട്ടോ. വർഷേ, നീ എന്താ ഇവിടെ, അതും ഈ സമയത്ത്? അതെന്താ, എനിക്ക് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നൂടെ? വർഷേ, നീ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത്? നീ ഇങ്ങോട്ട് മാറിക്ക്. ആ സമയത്ത് ശ്രീകാന്തിന്റെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ലടാ,
ഇത് നമ്മളെ തമ്മിലുള്ള ചെറിയ പിണക്കം. ശരി ശരി നടക്കട്ടെ ഇതും പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. അയാൾ ആരെ വിവരം അന്വേഷിക്കാൻ? വഴി പോകുന്നവരോടൊക്കെ നമ്മളെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ശ്രീകാന്ത്? പക്ഷേ ഞാൻ ഇവിടെയാ നിൽക്കുന്നതെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അതെങ്ങനെയെങ്കിലും ആവട്ടെ, ഞാൻ അറിഞ്ഞു നീ ഈ ചെറിയ മുറിയിലാണോ ഇവിടെ താമസിക്കുന്നത്. ചെറിയ മുറിയായാലും എന്താ, എനിക്ക് വലിയ മുറിയേക്കാൾ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്. ഓ, അപ്പൊ ഞാനില്ലായിട്ട് നിനക്ക് സന്തോഷാണെന്ന് അർത്ഥം അല്ലേ? പക്ഷെ നീ ഇപ്പൊ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് വർക്ക് പ്രഷർ ഒരുപാടുണ്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. നീ വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചാ മതി. പറ്റില്ല, എനിക്കിപ്പോ ശ്രീകാന്തിനോട് സംസാരിക്കണം. ശരി, നിനക്ക് എന്താ പറയാനുള്ളത്? ശ്രീകാന്ത്, നീ ഇവിടെ ഇങ്ങനെ എത്രയെന്ന് വെച്ചിട്ട് താമസിക്കുന്നത്? അതും ഒരു ഇടുങ്ങിയ മുറിയില്. നീ എന്റെ വീട്ടിലോട്ട് വാ. നിന്റെ വീട്ടിൽ നിൽക്കുന്നേക്കാളും ഭേദം ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെയാ. അതെന്താ ശ്രീകാന്ത്, ഒരു ദിവസമെങ്കിലും എന്റെ വീട്ടിൽ അന്തി ഉറങ്ങിന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം? ഒന്നും ഉണ്ടായിട്ടല്ല വർഷേ. അവിടെ ചെന്നാ നിന്റെ അച്ഛന്റെ അമ്മയുടെയും പൊങ്ങച്ച കേൾക്കേണ്ടി വരും. പിന്നെ നിന്റെ അച്ഛന് ഇടയ്ക്ക് എന്റെ വീട്ടുകാരെ താഴ്ത്തി കെട്ടിയുള്ളൊരു സംസാരമുണ്ട്. അതെനിക്ക് അത്ര ദഹിക്കത്തില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് വേറെ പ്രശ്നമാവും. ശ്രീകാന്ത്, ഞാൻ ഇതൊന്നും പറയാനല്ല ഇങ്ങോട്ട് വന്നത്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ഇന്ന് ഡബ് ചെയ്തോണ്ടിരിക്കുമ്പോ അവിടേക്ക് രേവതിയേട്ടത്തി വന്നിരുന്നു. രേവതിയേട്ടത്തിയോ? അതെ, പാവം എന്നെ കണ്ട് ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു വർഷേ? ഞാൻ എന്ത് പറയാനാ? പക്ഷെ രേവതിയേട്ടത്തി അവിടെ വെച്ച് പറഞ്ഞതിൽ എനിക്ക് പലതിലും സംശയമുണ്ട്. ഏട്ടത്തി എന്തിനാ സംശയിക്കുന്നത്? ഏട്ടത്തി അങ്ങനെ ആരോട് കള്ളം പറയാറില്ല. അയ്യോ ശ്രീകാന്ത്, അങ്ങനെയല്ല. ഏട്ടത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. എന്താ ഏട്ടത്തി പറഞ്ഞത്? പക്ഷെ നീ ഒന്ന് തെളിയിച്ചു പറ. അത് പിന്നെ സച്ചേട്ടനും രേവതിയേട്ടത്തിയും മണ്ഡപത്തിൽ കയറി ഇരുന്നപ്പം മുതല് ആരൊക്കെയോ സച്ചേട്ടനെ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നത്രേ. ആദ്യം സച്ചേട്ടന് കാലേന് ചവിട്ടി നന്നായി വേദനിപ്പിച്ചെന്നാ പറഞ്ഞത്. പിന്നെ മുതുകത്തടിച്ചെന്ന് പറഞ്ഞു. അപ്പോഴും സച്ചേട്ടൻ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുമായിരുന്നു അത്രേ. രേവതിയേട്ടത്തി പ്രതികരിച്ചപ്പോഴും സച്ചേട്ടൻ പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞുന്ന്. രേവതിയേട്ടത്തി കള്ളം പറയാറില്ല. അതുകൊണ്ട് തന്നെ ഏട്ടത്തി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. അത് മാത്രമല്ല, ഇടയ്ക്ക് വെച്ച് മദ്യം കുടിപ്പിക്കാൻ വരെ ശ്രമിച്ചെന്നാ പറഞ്ഞത്. അപ്പോ ഇത്രയൊക്കെ ചെയ്തത് ആരാ? അറിയില്ല ശ്രീകാന്ത്. എന്തൊക്കെയോ ഈ ഒരു ഫംഗ്ഷന് പിന്നിലുണ്ട്. അത് നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. എനിക്ക് എന്റെ അച്ഛനെ അമ്മയും നല്ല സംശയമുണ്ട്. അവർക്കിപ്പോ എന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ശ്രീകാന്തിന്റെ വീട്ടിലോട്ട് ഞാൻ പോവരുത്. അപ്പൊ പിന്നെ ഉറപ്പിച്ചോ വർഷേ, ഇത് നിന്റെ അച്ഛന്റെ അമ്മയുടെയും പ്ലാന് തന്നെ. അവർക്കറിയാം എന്റെ ഏട്ടൻ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ സച്ചേട്ടന്റെയും വീട്ടുകാരുടെയും എതിരെ തിരിയുമെന്ന്. പിന്നെ അവിടെ നിൽക്കില്ല എന്നുള്ളതൊക്കെ നിന്റെ അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അത് വെച്ച് അവർ കളിച്ചത് തന്നെയാ. എനിക്കും ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. അത് മാത്രമല്ല ശ്രീകാന്ത്, ഒരുപാട് രേവതിയേട്ടത്തിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ അച്ഛൻ പരിഹസിച്ചു. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്റെ അച്ഛൻ ചെയ്തത് തെറ്റല്ലേ? അതേനല്ലേ വർഷം ഞാൻ പറഞ്ഞത്, രണ്ടുപേരും തുല്യ രീതിയിൽ കുറ്റക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ഒരാളുടെ ഭാഗത്തായി നിൽക്കണ്ട. അവരോട് രണ്ടുപേരോടും നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്തിനാ നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം? അത് നമ്മൾ ഒഴിഞ്ഞു മാറി കൊടുക്കുന്ന പോലെ ആവില്ലേ? അതെ ശ്രീകാന്തെ, അതാണ് ശരി. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ നിന്റെ വീട്ടിലോട്ട് പോയാലോ? അതിനെന്താ വർഷേ, ഞാൻ പെട്ടെന്ന് ബാഗ് എടുത്തിട്ട് വരാം. ശരി. അങ്ങനെ ശ്രീകാന്ത് പെട്ടെന്ന് ബാഗ് എടുത്ത് താഴോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവര് രണ്ടുപേരും നേരെ പോകുന്നത് വർഷയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ വീട്ടിലോട്ട് കയറി ചെല്ലുന്നുണ്ടോ. ആ സമയത്ത് അച്ഛനമ്മയും പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. ആഹാ, ശ്രീകാന്തോ, മോനെ കൂട്ടാൻ വേണ്ടി പോയതായിരുന്നു മോള്? അതെ അമ്മേ. എന്നാ പിന്നെ വാ മോനെ, ഞാനേ ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോളെ ശ്രീകാന്തിനെ എടുത്ത്. അമ്മേ, ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാം. എങ്ങോട്ട് പോവാൻ? മധുസൂദൻ പറയുന്നുണ്ട്. എങ്ങോട്ട് പോകുന്ന കാര്യം മോള് പറയുന്നത്? വേറെ എങ്ങോട്ട്? ഞങ്ങൾ ഇതുവരെ എവിടെയാണോ താമസിച്ചത് അങ്ങോട്ട് തന്നെ. എന്ത്? എന്നെ അപമാനിച്ച് അവനുള്ള വീട്ടിലോട്ട് എന്റെ മോള് പോകുന്നെന്നോ? അച്ഛാ, അയാൾ അച്ഛനെ അപമാനിച്ചു എന്ന് കരുതിയിട്ട് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ആവശ്യം? എന്നാലും മോളെ, അയാളുള്ള വീട്ടിലോട്ട് മോൾ പോണോ? വേണോ അച്ഛാ? ഒരാളെ പേടിച്ച് ബീരുവിനെ പോലെ അവിടെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ പ്രശ്നം ഉണ്ടായത് അച്ഛൻ കാരണമാ. ബന്ധുക്കളാണെന്ന് കരുതി അച്ഛന് മനസ്സിൽ തോന്നിയ കാര്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയേണ്ട ആവശ്യമില്ലായിരുന്നു. രഹസ്യമായി പറയേണ്ട കാര്യം അച്ഛൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞു. രേവതിയേട്ടത്തിയെ കളിയാക്കി, എല്ലാവരുടെ മുന്നിൽ വെച്ച് പരിഹസിച്ചു. അത്രയും വലിയൊരു അപമാനം ഒരു പെണ്ണിനും വരാനില്ല. ആ പെണ്ണിന്റെ അഭിമാനം കാക്കാൻ വേണ്ടിയിട്ടാ ആ പെണ്ണിന്റെ ഭർത്താവ് അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കിയത്. അച്ഛാ, പാവപ്പെട്ടവരുണ്ടെന്ന് കരുതിയിട്ട് അവരുടെ മേലേക്ക് എന്തും പഴിചാരാന്ന് കരുതരുത്. അച്ഛനെ പോലുള്ളവർ അങ്ങനെ ചെയ്താ എങ്ങനെയാ ശരിയാവുക? എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ശ്രീകാന്തിന്റെ കൂടെ ഞാൻ പോവുക. അപ്പൊ മഹിമ പറയുന്നുണ്ട്, അതെങ്ങനെ പൊയ്ക്കാളാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ അങ്ങോട്ട് വിടാൻ പേടിയുണ്ട് ശ്രീകാന്ത്. നീ ഞങ്ങളുടെ മകളുടെ മനസ്സ് മാറ്റുമായിരുന്നല്ലേ? ആന്റി, ഞാൻ ഒരാളുടെ മനസ്സ് മാറ്റാൻ പോയിട്ടില്ല. അവൾ അവളുടെ സ്വയം ഇഷ്ടപ്രകാരമാ എന്നെ വിളിക്കാൻ വന്നത്. അതുകൊണ്ടാ ഞാനും പോകുന്നത്. അപ്പൊ നീ നിന്റെ വീട്ടിലല്ലായിരുന്നോ? അല്ല അമ്മേ, ശ്രീകാന്ത് റെസ്റ്റോറന്റിലായിരുന്നു. ഞാൻ പോവാത്ത എടുത്തോട്ട് ശ്രീകാന്തും പോയിട്ടില്ലായിരുന്നു. എന്തായാലും ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാ. പറ്റില്ല ശ്രീകാന്തെ, നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇവിടെ താമസിക്കാം എന്ന് കരുതി നിങ്ങൾ ഇനി അങ്ങോട്ട് പോവണ്ട. ആന്റി പ്ലീസ്.
എന്റെ അച്ഛനും അമ്മയുള്ള വീടാണ്. എന്റെ ഏട്ടനെ കരുതി ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. മോളെ പോവേണ്ടെന്നാ നിന്നോട് പറഞ്ഞത്. പറ്റില്ല അമ്മേ, ഞാൻ പോവാ. ശ്രീകാന്ത്, നമുക്ക് പോവാം. മോളെ വർഷേ, ഒന്ന് പറയുന്നത് കേൾക്ക് നീ. എനിക്കൊന്നും കേൾക്കണ്ട. രണ്ടുപേരും കുറ്റക്കാരാ ഈ കാര്യത്തില്. അതുകൊണ്ട് രണ്ടുപേരുടെയും കൂടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. മധുവേട്ട, അവര് പോകുന്നു മധുവേട്ട. ഈ ശ്രീകാന്തിന്റെ അടുത്തോട്ട് എന്റെ മോള് പോകുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്ത് വില കൊടുത്തും തടഞ്ഞേനെ. ഇനിയിപ്പൊ എന്താ ചെയ്യും മധുവേട്ട? എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്ത് ചെയ്യാൻ? അവൾ അവളുടെ പാട്ടിന് പോയില്ലേ. അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് അടി കിട്ടിയത് മിച്ചം. അല്ലാതെ എന്തോന്ന് പറയാൻ. അവനെ ഞാൻ ശരിയാക്കും. ആ സച്ചി അവന്റെ കൈയും കാലും ഒടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കേണ്ട. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് കേട്ടോ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കിടിലൻ എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.